ഹലോ ഗായ്സ്, അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് ആർക്കിടെക്ചർ ഡിസൈൻ മേഖലയിൽ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമാണ് റിപ്പീറ്റേഴ്സ് 2027 ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ക്രോമിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന സെർച്ച് റിസൾട്ട് തന്നെ ബ്രില്യൻ പാലയുടെ സൈറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ബ്രില്യൻ പാലയുടെ ഹോം പേജ് എന്ന് പറയുന്നത്. അവിടെ കുറേ ബ്ലോക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്ക്രീനിങ് ടെസ്റ്റ് ക്രാഷ് കോഴ്സ് 2026 എന്നൊക്കെ. അതിൽ 4ാമത്തെ ഓപ്ഷനാണ് റിപ്പീറ്റേഴ്സ് നീഡ് ഡിസൈൻ എന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, ഇതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. ആ ഒരു താഴെ നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റേഴ്സ് 2027 ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രോഗ്രാം എന്നുള്ളത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മുടെ ആർക്കിടെക്ചർ പ്രോഗ്രാമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പേജ് എന്ന് പറയുന്നത്. ഈ ഒരു പേജിൻ്റെ താഴേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് കോഴ്സ് ബ്രോഷർ കാണാൻ സാധിക്കും. ഈ കോഴ്സിനെ പറ്റിയുള്ള A to Z കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കോഴ്സ് ബ്രോഷറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും മുകളിലേക്ക് പോവുക. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പേജിലേക്കാണ്. സോ ഇൻ കേസ് നിങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ മുൻപ് ചേർന്നിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ഐ ഡി അതുപോലെ പാസ്വേഡും കാണും. ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ആ ലോഗിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ നീല ബോക്സിൻ്റെ തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മൾക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യമേ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നും കൂടെ കൺഫേം ചെയ്യുക. എല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഐ എഗ്രി എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൻ്റെ അവിടുത്തെ ആ ഒരു ബോക്സിലും ക്ലിക്ക് ചെയ്യുക. എല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. സോ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു ഫോൺ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും ഒരു OTP നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ ആ ഒരു OTP നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ യെസ് ഗായ്സ്, ആ ഒരു OTP നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ മൈ കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകൾ. ഓക്കെ, ആ താഴെ നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റേഴ്സ് 2027 എന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിവിധ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുകൾ. ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റേഴ്സ് 2027 ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഓൺലൈൻ പ്രോഗ്രാമും. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓഫ്ലൈൻ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ഓപ്ഷൻ്റെ അവിടെ അപ്ലൈ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്തൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, പാലായാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പാലായിലെ ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ BArch ആൻഡ് B-Plan, BDS, USEED, NID, DIFT ഈ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതല്ല, ഇത് കമ്പൈൻ ചെയ്ത് നമുക്കൊരു റിപ്പീറ്റർ കോഴ്സായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. വേണമെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ BArch ആൻഡ് B-Plan എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു കാര്യം കൂടെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹോസ്റ്റൽസ് റിക്വയർഡ്, യെസ് അല്ലെങ്കിൽ ഡേ സ്കോളർ എന്നുള്ളത്. അതായത് നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ്, അതായത് ദൂരെ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. ഇനി അതല്ല ഡേ സ്കോളറായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഹോസ്റ്റൽ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ സെക്കൻഡറി ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ +2 ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ HSC, CBSE, ISE തുടങ്ങിയ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ CBSE എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു കാര്യം ഇവിടെ എൻ്റർ ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ്. അവിടെയും സെലക്ട് സ്ട്രീം എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ CBSE, SSLC അല്ലെങ്കിൽ THSLC, ICSE. ഓക്കെ, അവിടെയും ഞാൻ CBSE ആണ് ഫോർ എക്സാമ്പിൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ റിസൾട്ട് സ്റ്റാറ്റസ്, അതുപോലെ 10ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് എത്രയായിരുന്നു മാർക്ക് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് സൈറ്റ് നമുക്കൊരു ഓപ്ഷനോട് തന്നിരിക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയിരുന്നുവെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൺഫേം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ കൺഫേം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള പേജ്. ഇവിടെ നമുക്ക് കുറേയധികം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നെയിം ഓഫ് സ്കൂൾ, ലാസ്റ്റ് സ്റ്റഡീഡ് ഓർ സ്റ്റഡിയിങ്, കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ. ഇത്രയും സാധനങ്ങളാണ് സ്ക്രീനിൻ്റെ ഇടതുവശത്തുള്ളത്. വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മുടെ ഹൗസ് ഓർ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് ഓർ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻ കോഡ് ആൻഡ് ഫൈനലി കൺട്രി. ഓക്കെ, തീർന്നിട്ടില്ല. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചറും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാൻഡിഡ് ആയിട്ടുള്ള സെൽഫീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഫോമൽ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ആ ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തതിന് ശേഷം വരാം. സോ യെസ്, നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തു. ഒരു പ്രൊഫൈൽ പിക്ചർ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കോഴ്സ് ഫീയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഇവിടെ നമുക്ക് 2 രീതിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് പേ ഓൺലൈൻ, അതുപോലെ പേ വിയ ബാങ്ക് ചലാൻ എന്നുള്ളത്. നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ ഡെയിലി യൂസിനായിട്ട് UPI അതുപോലെ നെറ്റ് ബാങ്കിങ് പോലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസിനെ സെലക്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാറുള്ളതാണ്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായ പേ വിയ ബാങ്ക് ചലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഒരു ചെല്ലാൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ നടത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് റിപ്പീറ്റേഴ്സ് 2027 ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഓഫ്ലൈൻ കോഴ്സിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ 2026 JMA പേപ്പർ 2A 2B റിസൾട്ടുകൾ വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ റിസൾട്ടുകൾ. കാരണം ബി പ്ലാനിങ്ങിൽ തന്നെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ നേടിയിരിക്കുന്നത്. അതുപോലെ BRക്കിലും ഒക്കെ കേരള ടോപ്പർമാരെല്ലാവരും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇവരെ പോലെ മികച്ച വിജയം സ്വന്തമാക്കി നല്ലൊരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈൻ കോളേജിൽ അഡ്മിഷൻ നേടി നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കരിയർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.